സാഹിത്യാചാര്യ ദ്വിതീയ ഖണ്ഡിലെ കാവ്യശാസ്ത്രത്തിലെ പേജ് നമ്പർ 27 ഉപന്യാസ് കെ പ്രമുഖ തത്വം കാ പരിചയ ദീജിയെ എന്നുള്ള ചോദ്യമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. സാഹിത്യാചാര്യ ദ്വിതീയ ഖണ്ഡ് പ്രശ്നപത്ര 5 കേട്ടോ. അതിൽ നമ്മൾ 4 പോയിന്റ് വായിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? കഥാവസ്തു, പാത്ര ഓർ ചരിത്ര ചിത്രൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് കഥോപകഥൻ, അടുത്തത് 4ാമത്തെ നമ്മൾ ഇതാണ് ഇനി നമുക്ക് വായിക്കേണ്ടത് വാതാവരൺ. ഒരു കഥ നിർമ്മിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു അന്തരീക്ഷം കൂടി, ആ ചുറ്റുപാടും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഒരു മുക്കുവരുടെ കഥയാണ് വർണ്ണിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മുക്കുവരുടെ ജീവിത രീതിയും അവരുടെ സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. കഥാക്കോ വാസ്തവികതാക്ക ആഭാസ് ദേനേക്കെ സാധനവുമേ, കഥ യാഥാർത്ഥ്യമാണ് എന്ന് തോന്നണം. ആ തോന്നിപ്പിക്കാനുള്ള വസ്തുക്കളിൽ വാതാവരൺ പ്രധാനപ്പെട്ടതാണ്. കഥാനകെ പാത്രപി വാസ്തവിക പാത്രക്കി ഭാന്തി, കഥാനക്കിലെ കഥാപാത്രങ്ങൾ, ഒരു കഥയിലുള്ള കഥാപാത്രങ്ങളും വാസ്തവിക കഥാപാത്രങ്ങളെ പോലെ തോന്നിക്കണമെങ്കിൽ അത് ദേശകാലത്തിൻ്റെ ബന്ധനത്തിൽ കഴിഞ്ഞാലേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ വളർന്ന സാഹചര്യം, ജീവിച്ച സാഹചര്യത്തിൻ്റെ ബന്ധനത്തിൽ അത് ഉണ്ടാവണം. യഥാർത്ഥ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് തോന്നണമെങ്കിൽ. അപ്പോൾ കഥാവസ്തുവിലുള്ള കഥാപാത്രങ്ങളും യഥാർത്ഥ കഥാപാത്രത്തെ പോലെ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ദേശകാൽക്കെ ബന്ധന്മേ രഹത്തെ, അയാൾ ദേശകാലത്തിൻ്റെ ബന്ധനത്തിൽ ഇരിക്കേണ്ടി വരും. വ്യക്തിക്ക് നിർമ്മാൺമേം വാതാവരൺ കാ ബഹുത്ത് കുച്ച് ഹാത്ത് ഹോത്താ ഹെ, വ്യക്തിയെ നിർമ്മിക്കുന്നതിൽ എന്താണ്? ചുറ്റുപാടിന് വളരെ വലിയ പങ്കാണുള്ളത്. ബിനാ ദേശകാൽക്കെ പാത്രവും കാ വ്യക്തിത്വ സ്പഷ്ട നഹി ഹോത്ത, ഒരു കഥാപാത്രം വെറുതെ ഒരു മുക്കുവരുടെ സ്റ്റൈലിൽ സംസാരിക്കുന്നു എന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ അയാളുടെ സാഹചര്യത്തെ പറ്റി, അയാളുടെ ആ വാതാവരണത്തെ പറ്റി അവിടെ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല എങ്കിൽ നമുക്കതൊരു മോശപ്പെട്ട കഥാപാത്രമായിട്ടേ തോന്നുള്ളൂ. അപ്പം ബിനാ ദേശകാൽക്കെ പാത്രവും കാ വ്യക്തിത്വ സ്പഷ്ട നഹി ഹോത്ത, ദേശകാൽ ഇല്ലാതെ, ഏത് നാട്ടിലാണ്, ഏത് കാലഘട്ടത്തിൽ ജീവിച്ച കഥാപാത്രമാണ് എന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വ്യക്തിയുടെ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവർ ഘടനാക്രമം സമझाने के लिए उसकी आवश्यकता होती है, ആ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിക്കാനും ഈ വാതാവരണിൻ്റെ ആവശ്യം അനിവാര്യമാണ്. സാഹിത്യ സമാജ് കാ ദർപ്പൺ ദേശകാൽ തത്വ കെ നിർവാഹ കി ദൃഷ്ടി സെ കഹാ ജാത്താ ഹെ, സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് എന്നാണ്. സാഹിത്യം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ദേശകാൽ എന്നുള്ള തത്വത്തെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ചൊല്ല് പറയുക. എന്താണ്? സാഹിത്യം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ദർപ്പണമാണെന്ന് പറയാൻ കാരണം എന്താണ്? ഈ ദേശകാലത്തെ ഭംഗിയായിട്ട് നോവലിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. അടുത്ത ഭാഷാശൈലി. ഉപന്യാസ് की ഭാഷ സജീവ और പ്രചലിത होनी चाहिए. ഭാഷ എപ്പോഴും സജീവമായിരിക്കണം, പ്രചലിതമായിരിക്കണം, എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഭാഷയായിരിക്കണം. പാത്രയ്ക്ക് അനുസാർ യദി ഭാഷാമേ കുച്ച് പരിവർത്തൻ കിയാ ജായ് തോ, ഭാഷയ്ക്കനുസരിച്ച്, കഥാപാത്രത്തിനനുസരിച്ച് ഭാഷയിൽ അല്പം പരിവർത്തനം വരുത്തുകയാണെങ്കിൽ വർണ്ണന്മേ ഭി സ്വാഭാവികത ആ ജാതി ഹെ, വർണ്ണനയിലും ഒരു സ്വാഭാവികത കടന്നു വരും. ഉപന്യാസ് की ലേഖന ശൈലിക്ക് അനേക പ്രകാർ ഹെ, ഒരു നോവൽ എഴുതാൻ പല സ്റ്റൈലുകളുണ്ട്, പല ശൈലികളുണ്ട്. കുച്ച് ഉപന്യാസ് ലേഖക की ओर से സാമാന്യ കഹാനി കീ തരഹ് ലിഖേ ജാത്തെ ഹെ, ചില നോവലുകൾ ലേഖകൻ്റെ വശത്ത് നിന്നുണ്ട്, ലേഖകനാണ് അതിൽ എല്ലാം പറയുന്നത്. സാമാന്യ കഥയെപ്പോലെ അയാളത് എഴുതും, സാധാരണ ഒരു കഥയെപ്പോലെ അയാൾ അത് എഴുതും. തോ കുച്ച് പാത്രയ്ക്ക് ഓർ സെ ആത്മകഥാക്കെ രൂപമേ, ചില കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ചിലപ്പോൾ ലേഖകൻ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയും, ചിലപ്പോൾ കഥാപാത്രങ്ങളിലൂടെ ആയിരിക്കും
കഥാപാത്രങ്ങൾ അയാളുടെ ജീവിത രീതിയെപ്പറ്റി പറയുന്നതായിട്ട്, അയാളുടെ ജീവിത സാഹചര്യത്തെപ്പറ്റി പറയുന്ന തരത്തിൽ ഒരു ആത്മകഥാ രൂപത്തിൽ നോവൽ എഴുതാൻ പറ്റും. ദോഹി അതി പ്രചലിത ശൈലിയ, ഇവ രണ്ടുമാണ് ഏറ്റവും പ്രചാരമുള്ള രണ്ട് ശൈലികൾ. അടുത്ത ഉദ്ദേശമാണ്. ഏതൊരു ലേഖനം എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു രചന എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം കാണും. ചുമ്മാ അങ്ങോട്ട് ഒരാൾ എഴുതില്ല, അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യം ഉണ്ടാവും. അതാണ് उपन्यास का अंतिम तत्व है विचार या उद्देश्य। यह तो सर्वमान्य है कि प्रत्येक रचना किसी घटना या पात्र के व्यक्तित्व की വിശിഷ്ടത സെ പ്രഭാവിത ഹോക്കർ ലിഖി ജാതി ഹെ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ്? ഏതൊരു രചനയും ഏതെങ്കിലും ഘടന അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വൈശിഷ്ട്യത്താൽ പ്രഭാവിതമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിശേഷതകളാൽ ആകൃഷ്ടമായിക്കൊണ്ട് ലിഖി ജാതി ഹെ എഴുതപ്പെടുന്നു. ഉദാഹരണത്തിന് രണ്ടാമൂഴം, നമുക്ക് MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? അത് ആ കഥാപാത്രം, മഹാഭാരതത്തിലെ ഭീമൻ എന്നുള്ള കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് MT വാസുദേവൻ നായർ രണ്ടാമൂഴം എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം അല്ലെങ്കിൽ സംഭവത്തിൻ്റെ ആ ഗുണം, അതിൽ ആകർഷണമായിട്ടാണ് അത് എഴുതപ്പെടുന്നത്. ലേഖക കാ ഏക ഭാവ് കിസി ന കിസി രൂപമേ വ്യക്തി ഭി ഹോ ജാതാ ഹൈ. ലേഖകൻ്റെ ചില അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും തരത്തിൽ അതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. സ്ഥൂല രൂപസെ യഹി ഭാവ് രചനാക്ക ഉദ്ദേശിക്കുക. അപ്പം ലേഖകൻ എന്താണോ പറയാനുള്ളത്, എന്താണോ അയാളുടെ മനോഭാവത്തിലുള്ളത്, മനസ്സിലുള്ളത്, ആ ഭാവത്തെ നോവലിൽ അവതരിപ്പിക്കുക അല്ലെങ്കിൽ കഥയിൽ അവതരിപ്പിക്കുക. അതാണ് ആ രചനയുടെ ഉദ്ദേശം. അയാൾക്ക് പറയേണ്ട കാര്യങ്ങൾ കഥാപാത്രത്തിലൂടെ മറ്റുള്ളവർക്ക് പാസ് ചെയ്ത് കൊടുക്കുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. മഹാൻ ഉപന്യാസക്കാർ മഹാൻ വിചാരക് ഭി ഹുയേ ഹെ. മഹാന്മാരായിട്ടുള്ള നോവലിസ്റ്റുകൾ മഹാന്മാരായിട്ടുള്ള തത്വചിന്തകരെ പോലെയാണ്. ഫലതഃ ഉൻകെ വിചാരവും കാ പ്രഭാവ് ഉൻകെ ഉപന്യാസവും പർ ഭി പടാ ഹെ. അതുകൊണ്ട് പല എഴുത്തുകാരുടെയും ആശയങ്ങളുടെ സ്വാധീനം, ചിന്തകളുടെ സ്വാധീനം അവരുടെ നോവലുകളിൽ കാണപ്പെടുന്നു. इसी प्रकार पात्रों के उत्थान पतन की कहानी भी ഉപന്യാസ് കെ ഉദ്ദേശ്യ पर ही പ്രകാശ് डालती है. ഇതുപോലെ കഥാപാത്രങ്ങളുടെ ഉയർച്ചയും താഴ്ചയും അവരുടെ ഉന്നതിയും അധപ്പതനവും ഒക്കെ അതിനെപ്പറ്റിയൊക്കെയുള്ള കഥകളും നോവലിൻ്റെ ഉദ്ദേശത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ നോവലിൻ്റെ ഉദ്ദേശത്തിലൂടെ വെളിച്ചം വീശുന്നു. ഉപന്യാസക്കാർ को इसका प्रयत्न अवश्य करना चाहिए. ഉപന്യാസക്കാർ, നോവലിസ്റ്റ് ശ്രമിക്കേണ്ട എന്താണ്? ഉസ്കെ വിചാർ പരോക്ഷ രൂപസെ വ്യക്തി ഹോ. അയാളുടെ ആശയങ്ങളെ പരോക്ഷമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വ്യക്തമാക്കണം. ഉപന്യാസ് की वास्तविकता में उस विचार के समावेश से कोई विघ्न न पड़ने पाए. നോവലിൻ്റെ യാഥാർത്ഥ്യത്തിൽ ആ ചിന്തകൾ ചേർത്ത് കഴിയുമ്പോൾ ആ കഥയ്ക്ക് ഒരു യാഥാർത്ഥ്യത്തിന് ഒരു വ്യത്യാസവും ഉണ്ടാവാനും പാടില്ല. അന്യഥാ ഉപന്യാസ് നീരസ് ഹോ ജായേഗ. അപ്പോൾ അയാളുടെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി കഥയ്ക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അതിന് യഥാർത്ഥ കഥയെന്ന് പറയാൻ പറ്റില്ല. അത് നോവലിൻ്റെ, കാരണം അയാൾക്ക് പറയാനുള്ളതൊക്കെ മെസ്സേജ് കഥയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോവലിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ആ നോവൽ നമുക്ക് വായിച്ചാൽ ഒരു രസവും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ കൺക്ലൂഷൻ നോക്കാം. ഉപന്യാസ് സാഹിത്യ की अति सशक्त और उपन्यास साहित्य की अति सशक्त और लोकप्रिय विधा है. वर्तमान युग में हिंदी का उपन्यास साहित्य विकास के पथ पर अग्रसर है. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഹിന്ദി നോവൽ സാഹിത്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ വഴി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്കാ ഭവിഷ്യ ഉജ്ജ്വൽ അവശ്യ രഹേഗ. നോവലിൻ്റെ ഭാവി തീർച്ചയായിട്ടും ഉജ്ജ്വലമായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നാടക और उपन्यास के मुख्य अंतर क्या क्या है. നമ്മൾ നേരത്തെ കഥയും നോവലും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി നോക്കി. ഇവിടെ നമുക്ക് വരുന്നത് നാടകം നമുക്കറിയാം. നാടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചിന്ത, മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉള്ളതായിരിക്കും ഒരു നാടകം. ഒരു നാടകവും
നോവലും തമ്മിലുള്ള വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം എന്തൊക്കെയാണെന്നാണ്. नाटक और उपन्यास दोनों ही व्यक्तियों के चरित्रों का उद्घाटन करता है. നാടകവും നോവലും രണ്ടും തന്നെ വ്യക്തികളുടെ സ്വഭാവത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. രണ്ടിലും കഥാപാത്രങ്ങളുണ്ടാവും. ആ വ്യക്തികളുടെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുക, സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുക എന്നുള്ളതാണ് നോവലിലും നാടകത്തിലുമൊക്കെ നടക്കുന്നത്. दोनों का कथानक प्रायः अतीत की घटनाएं होती है. നോവലിൻ്റെ ആകട്ടെ നാടകത്തിൻ്റെ ആകട്ടെ രണ്ടിൻ്റെയും ഇതിവൃത്തം, പ്ലോട്ട്, കഥാവസ്തു മിക്കവാറും കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇതായിരിക്കും, പാസ്റ്റായിരിക്കും. പാസ്റ്റിലുള്ള സംഭവങ്ങളായിരിക്കും ഇതിൽ രണ്ടിലും വരിക. അല്ലാത്തതും ഉണ്ട് കേട്ടോ. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടും എന്ത് ചെയ്യും, നാടകമൊക്കെ എഴുതാറുണ്ട്. എങ്കിൽ പൊതുവെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളെ വെച്ചുകൊണ്ടാണ് കഥ എഴുതുക. ദോനോമേ കഥാവസ്തു ഓർ പാത്ര ഹോത്തെ ഹെ. രണ്ടിലൊന്നുണ്ട്, കഥാവസ്തു ഉണ്ട്, കഥാപാത്രങ്ങളുണ്ട്. ദോനോമേ കഥോപകഥൻ ഹോത്തെ ഹെ. രണ്ടിലും സംഭാഷണങ്ങളുണ്ട്. ദോനോമേ ദേശകാൽ ഓർ വാതാവരൺ കാ ഖ്യാൽ ഹോത്ത ഹെ. രണ്ടിലും ദേശകാൽ വാതാവരണത്തിന് സ്ഥാനമുണ്ട്. ഓർ ഉസ്കാ വർണ്ണൻ ഭി ഹോത്ത ഹെ. അതിൻ്റെ വർണ്ണന, രണ്ടിലും ഒരുപോലെയുള്ള വർണ്ണനയും ഉണ്ടാവും. ദോനോം കെ കുച്ചിനെ കുച്ച് ഉദ്ദേശിപ്പി ഹോത്തെ ഹെ. രണ്ടിനും ചില ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ട്, പക്ഷെ വ്യത്യാസമുണ്ടെന്നാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നാണ്. ഇത്തന അഭേദ് ഹോനെ പർ പി ദോനോമേ കുച്ച് അന്തർ പി സ്പഷ്ട ഹെ. ഇത്ര സാമ്യത ഉണ്ടെങ്കിൽ കൂടിയും രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസവും വ്യക്തമാണ്. നാടകമേ അതീത് की घटनाओं को वर्तमान में प्रत्यक्ष घटित होते हुए दिखलाया जाता है. നാടകത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള സംഭവങ്ങളെ ഇന്നത്തെ രീതിയിൽ പ്രസൻ്റായിട്ട് പ്രസൻറ്റിൽ പ്രത്യക്ഷപ്പെടുന്ന സംഭവങ്ങളെ പോലെ കാണിക്കപ്പെടുന്നു. ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ പോലെ കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങളെ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നു. लेकिन उपन्यास में अतीत की घटनाओं का अतीत में घटित रूप में ही വർണ്ണൻ ഹോത്ത ഹെ. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. കഴിഞ്ഞ ഘട്ടങ്ങളിലെ സംഭവങ്ങളിലെ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളുടെ അതീതമേം ഘടിത രൂപമേഹി, ആ കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ, ആ പാസ്റ്റിൽ തന്നെ സംഭവിച്ച രൂപത്തിലാണ് വർണ്ണിക്കപ്പെടുന്നത്. പണ്ടത്തെ സംഭവങ്ങളെ ആ പണ്ടത്തെ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, നോവലിൽ അവതരിപ്പിക്കാറുണ്ട്. നാടകക്കാർ അപ്പനി സമസ്ത രചനാമേ അപ്രത്യക്ഷ രഹത്താഹെ. നാടകകൃത്ത് തൻ്റെ രചനയിൽ എന്ത് ചെയ്യുന്നു, അപ്രത്യക്ഷമായിരിക്കും. അയാൾക്ക് നാടകത്തിൽ ഒരു റോളുമില്ല. അയാൾക്ക് എഴുതുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അയാൾക്ക് ആ നാടകത്തിൽ പ്രത്യക്ഷമായിട്ട് അയാൾ വരില്ല. വഹ് സ്വയം കുച്ച് നഹി കഹത്ത. അയാൾക്ക് സ്വന്തമായിട്ടൊന്നും പറയാനുള്ള അവസരമില്ല. ഉസേ ജോ കുച്ച് കഹന ഹോത്താ ഹെ വഹ് പാത്രോം കെ വാർത്താലാപ് യാ സ്വഗത് കഥൻ കെ രൂപമേം പ്രകട് കർത്താ ഹെ. അയാൾക്ക് ചിലപ്പം ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലൂടെയോ അല്ലെങ്കിൽ സ്വഗത കഥനുണ്ടല്ലോ, ഒരു കഥാപാത്രം സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ പറയും. ആത്മകഥം എന്നാ പറയുക, സ്വന്തമായിട്ട് പറയും. അപ്പം അതിലൂടെ നാടകത്തിന് എന്ത് ചെയ്യാൻ, തൻ്റെ കാര്യങ്ങളെ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. പാത്രോം കെ കഥോപകഥൻ അവർ ക്രിയാകലാപ് ഹി ഉൻകെ ചരിത്രക്കോ അഭിവ്യക്തി കർത്തേ ഹെ. കഥാപാത്രങ്ങളുടെ സംഭാഷണം, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എഴുത്തുകാരൻ്റെ സ്വഭാവത്തെ വ്യക്തമാക്കുന്നു. ഉപന്യാസക്കാർ അപ്പനി കൃതിമേ പ്രകട് യാ പ്രത്യക്ഷ രൂപമേ രഹത്താ ഹെ. എന്നാൽ നോവലിൽ അങ്ങനെയല്ല. നോവലിസ്റ്റ് തൻ്റെ കൃതിയിൽ പ്രത്യക്ഷമായിട്ടോ പ്രകടമായിട്ടോ അയാൾ ആ നോവലിൽ കടന്നു വരും. और पात्रों के चरित्रों ആന്തരിക മനോഭാവം और വിചാരവും പ്രകാശ് ഡാൽത്താ ഹെ. അയാൾ എന്ത് ചെയ്യുന്നു, പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ നോവലിലേക്ക് കടന്നു വരും. എന്നിട്ട് കഥാപാത്രങ്ങളുടെ സ്വഭാവം, പിന്നെ അവരുടെ ആന്തരികമായിട്ടുള്ള മനോഭാവം, അതുപോലെ ആ കഥാപാത്രങ്ങളുടെ ചിന്താഗതികൾ ഇതിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യും. അവർ ടീക്കാ ടിപ്പണി കർത്താ ഹെ. അയാൾക്ക് പറയേണ്ടത് കമൻ്റ് രൂപത്തിൽ വരികയും ചെയ്യും. वह चरित्र चित्रण के विश्लेषणात्मक और नाटकीय दोनों ही ढंगों का प्रयोग करता है. ചരിത്ര ചിത്രണക്ക് അയാളുടെ
കഥാപാത്രങ്ങൾ എങ്ങനെയായിരിക്കണം, വിശ്ലേഷണാത്മകമായിരിക്കണം. ആ കഥാപാത്രത്തെ പറ്റി മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റണം. അതാണ് അനാലിസിസം നടത്താൻ പറ്റുന്ന കഥാപാത്രങ്ങളായിരിക്കണം. പിന്നെ അതുപോലെ നാടകീയ കഥാപാത്രങ്ങളായിരിക്കണം. രണ്ട് തലത്തിലും എന്ത് ചെയ്യാം, കഥാപാത്രങ്ങളെ ചിത്രീകരിക്കാൻ സാധിക്കും. कथानक के विकास और चरित्रों की परिचय संबंधी सूचना तथा देश काल या युग की पृष्ठभूमि का विवरण भी उपन्यासकार उपस्थित करता है. ഒരു കഥാവസ്തുവിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ ചരിത്രവും കി പരിചയ സംബന്ധി സൂചന, കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഇൻഫർമേഷൻസ്, അയാളുടെ കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഇതാണ് എന്നുള്ള ഇൻഫർമേഷനും, അതുപോലെ ദേശകാൽ യാ യുഗ് കി പൃഷ്ഠഭൂമി, പിന്നെന്താണ് ദേശകാൽ, അല്ലെങ്കിൽ ഏത് കഥ ഏത് കാലഘട്ടത്തിലാണോ നടന്നത് ആ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തെ പറ്റിയുള്ള വിവരണം, ഇതൊക്കെ ഉപന്യാസകാർ ഉപസ്ഥിത കർത്താ ഹെ, ഇതൊക്കെ നോവലിസ്റ്റ് തൻ്റെ നോവലിലൂടെ വ്യക്തമാക്കേണ്ടി വരും. नाटक में पात्र अपने भाव और अर्थ को കഥോപകഥൻ और അഭിനയ ദ്വാര പൂർണ്ണതയ പ്രകട് കർത്തേ ഹെ. നാടകത്തിലെ കഥാപാത്രം എന്ത് ചെയ്യുന്നു, തൻ്റെ ഭാവങ്ങളെയും അതിൻ്റെ അർത്ഥത്തെയും സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ അഭിനയത്തിലൂടെ പൂർണ്ണമായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നു. അവർ ദർശക കി കൽപ്പന पर अधिक जोर देना नहीं पड़ता है. അത് കാണുന്ന, ആ നാടകം കാണുന്ന ആൾക്കാരുടെ കൽപ്പനാശക്തിയിൽ, ഭാവനയിൽ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതായിട്ടും വരില്ല. എന്ന് പറഞ്ഞാൽ അത് നാടകത്തിലൂടെ കാണുന്ന കാര്യങ്ങൾ വച്ചുകൊണ്ട് ദർശകർക്ക് ഒരുപാട് ഭാവനയിൽ കൂടി പിന്നെ കഥയെ കണ്ടെത്തേണ്ട കാര്യം വരുന്നില്ല. അയാൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദേശ് കാൽ കാ സങ്കേത് സീൻ സീനറി ആദി ദ്വാര ഹോത്താ ഹെ. ഇപ്പം നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, സീനുകളിലൂടെ കർട്ടനിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, നാടകത്തിൽ കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വനത്തെ പറ്റി വർണ്ണിക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ വനത്തിൻ്റെ ഒരു സീനറിയോ ഒക്കെ എന്ത് ചെയ്യാം, അവിടെ ആ കർട്ടനായിട്ട് അവിടെ വയ്ക്കാൻ പറ്റും. ഇസ് കാരണം അർത്ഥ और भाव अधिक सहज ग्राह्य तथा अधिक प्रभावकारी रूप में प्रकट होते हैं. ഇക്കാരണത്താൽ അർത്ഥവും ഭാവവും ഒക്കെ കൂടുതൽ ഈസി ആയിട്ട് ഗ്രഹിക്കാൻ പറ്റും. അതുപോലെ അധിക പ്രഭാവകാരി, കൂടുതൽ നമുക്ക് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ്. ലേക്കിൻ ഉപന്യാസ്കാർക്ക മാധ്യം കേവൽ ശബ്ദ ഹെ. എന്നാൽ നോവലിസ്റ്റിൻ്റെ രീതി അതല്ല. അയാൾക്ക് തനിക്ക് പറയാനുള്ളത് വാക്കുകളിലൂടെ പറയാൻ പറ്റുള്ളൂ. അതക ഉസെ അപ്പിനി വർണ്ണൻ ശൈലിക്കോ സ്വാഭാവിക് സഹജ് ഗ്രാഹ്യ और പ്രഭാവശാലി ബനാന പड़ता है. അതുകൊണ്ട് അയാൾ തൻ്റെ വർണ്ണനാ ശൈലി അല്ലെങ്കിൽ അയാളുടെ ശൈലി എങ്ങനെയായിരിക്കണം, വർണ്ണിക്കുന്ന രീതി എങ്ങനെയായിരിക്കണം, സ്വാഭാവികമായിരിക്കണം, സഹജ് ഗ്രാഹ്യ, ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം, മറ്റുള്ളവരുടെ മനസ്സിൽ എഫക്റ്റും ഉണ്ടാക്കണം. കഥാസൂത്രക്കോ സ്മൃതി और ബുദ്ധി पर जोर देना पड़ता है. കഥാസൂത്രത്തെ സ്മൃതി और ബുദ്ധി ദ്വാര ജോഡിന പടുത്താ ഹെ. നമ്മൾ ഓർമ്മിച്ച്, ഇപ്പം 1 മുതൽ 5-ാമത്തെ അധ്യായം വരെ വായിച്ച കഥ 10-ാമത്തെ അധ്യായത്തെപ്പോഴത്തേക്ക് ചിലപ്പോൾ ആദ്യത്തെ കഥ നമ്മൾ റീകളക്ട് ചെയ്ത് കൊണ്ടുവരണം. ബുദ്ധി ഉപയോഗിച്ചിട്ട് തന്നെ റീകളക്ട് ചെയ്ത് കൊണ്ടുവന്നാലേ നമുക്ക് ആ കഥ കൂട്ടി യോജിപ്പിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത, നാടക കാ ദർശകൻ നിയത് സമയ കെ ലിയെ ഹി നാടക കാ ആനന്ദ് ലേ സക്താ ഹെ. അപ്പം നാടകം കാണാനായിട്ടിരിക്കുന്ന ആൾക്കാർ നിശ്ചിത സമയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ് നാടകത്തിൻ്റെ രസം ആസ്വദിക്കുന്നത്. അതായത് നാടകത്തിനൊരു നിശ്ചിത സമയമുണ്ട്, അതിൻ്റെ അകത്ത് അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും, കണ്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഇപ്പോൾ 1.5 മണിക്കൂറുള്ള നാടകമാകുമ്പോഴത്തേക്ക് ആ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി എഴുന്നേറ്റ് പോകാൻ പറ്റും. എന്നാൽ ബീച്ച് മേ ചോടുക്കർ और जब इच्छा हो तब नाटक का आनंद नहीं लिया जा सकता. അപ്പോൾ നാടകം കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വെച്ചിട്ട് അത് പിന്നെന്താണ് നാടകം നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ നമ്മൾ അത് കാണാതെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ളത് എന്താണെന്ന് നമുക്കൊരു ഗ്രാഹ്യം കിട്ടില്ല എന്നാണ്. ബീച്ച് മേ ചോടുക്കർ യാ ജബ് ഇച്ഛാ ഹോ തബ് നാടക ആനന്ദ് നഹി ലിയാ ജാ സക്ത. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയിട്ട് നാടകത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനായിട്ടും പറ്റില്ല. ഉസ് പ്രകാർ നാടകമേ പ്രഭാവ് കാ ധ്യാൻ അധിക രഖാ ജാത്താ ഹെ. അതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലൊരു എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം
നാടകത്തിൽ കൂടുതൽ ഉണ്ടാകണം. ലേക്കിൻ ഉപന്യാസ് പാഠക കെ ലിയെ സമയ് കാ കോയി പ്രതിബന്ധ് നഹി ഹെ. എന്നാൽ നോവൽ വായിക്കുന്ന ഒരാളിന് സമയബന്ധിതമായിട്ടത് വായിച്ചു തീർക്കണമെന്ന് നിർബന്ധമില്ല. ഒരാൾക്ക് ഇന്നിപ്പോൾ ഒരധ്യായം മാത്രം വായിക്കാൻ പറ്റി എങ്കിൽ അത് വെച്ച് നിർത്താം. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത അധ്യായം എടുത്ത് വായിക്കാൻ പറ്റും. വായിച്ചാലും നമുക്ക് കഥ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജബ് ഇച്ഛ യാ സമയ് ഹോ, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് തബ് പഠ, അപ്പോൾ നമുക്ക് വായിക്കാം. അവർ ഉസ്ക ആനന്ദ് പ്രാപ്ത് കിയാ ജാ സക്താ ഹെ, എന്നിട്ട് അതിനെ നമുക്ക് ആസ്വദിക്കാനും പറ്റും. ഉസി പ്രകാർ ഉപന്യാസ് കാ പ്രമുഖ ധ്യേയ് വാസ്തവികത ഹെ. അതേപോലെ നോവലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അത് യാഥാർത്ഥ്യമായിരിക്കണം. അതിൽ പറയുന്നത് യഥാർത്ഥ കാര്യങ്ങളായിരിക്കണം. വ ഹമാരെ അനുഭൂതി ജീവൻ കോ ചിത്രം കർണേ കാ പ്രയത്ന കർത്താ ഹെ. അത് നമ്മൾ അനുഭവിച്ച ജീവിതത്തെ ചിത്രീകരിക്കാനാണ് പ്രയത്നിക്കുന്നത്. നോവൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളെ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള പ്രയത്നമാണ്. इस प्रकार उपन्यास और नाटक दोनों की दृष्टिकोण और രൂപരചന में अंदर आ गया है आ जाता है. ഇപ്രകാരം നോക്കിയാൽ നോവലും നാടകങ്ങളും രണ്ടിൻ്റെയും കാഴ്ചപ്പാടും രണ്ടിൻ്റെയും രചനയുടെ രൂപവും അതിൽ വ്യത്യാസം കാണാൻ പറ്റും എന്നാണ്. അടുത്തൊരു ചെറിയ ചോദ്യത്തിലേക്ക് പോവാം. ഖണ്ഡകാവ്യ. ഇനി നമുക്ക് കാവ്യത്തിലേക്കാണ് പോയത്. ഇപ്പം നമ്മൾ വായിച്ചതൊക്കെ കുറേയൊക്കെ ഗദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കഥ, നോവൽ, നാടകം എന്നൊക്കെ പറയുന്നത് ഗദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി കവിതാ ഭാഗത്തേക്ക് പോവാം. ഖണ്ഡകാവ്യം. കാവ്യങ്ങൾ 2 തരത്തിലാണ്. ഒന്ന് മഹാകാവ്യവും ഖണ്ഡകാവ്യവും. കഥ പോലെ തന്നെയാണ്. കുറച്ച് ജീവിതത്തിൻ്റെ കുറച്ച് വശങ്ങളെ, കുറച്ച് കാര്യങ്ങളെ മാത്രം വർണ്ണിക്കുന്നതാണ് ഖണ്ഡകാവ്യം. നോക്കൂ, ഖണ്ഡകാവ്യ की परिभाषा देकर उसके भेदों और लक्षणों पर प्रकाश डालिए. പ്രബന്ധ കാവ്യ का एक भेद है ഖണ്ഡകാവ്യം. കഥാകാവ്യത്തിൻ്റെ രാമായണം പോലെയുള്ള, മഹാഭാരതം പോലെയുള്ള കാവ്യങ്ങൾക്കാണ് പറയുക പ്രബന്ധ കാവ്യം എന്ന് പറഞ്ഞാൽ സീരിയലായിട്ട് കഥ തുടക്കം മുതൽ അവസാനം വരെ കഥയായിരിക്കും. അത്തരത്തിലുള്ള കഥാകാവ്യത്തിലെ ഒരു പിരിവാണ് ഇത് ഖണ്ഡകാവ്യം. काव्य के एक देश एक अंश का अनुसरण करने वाला काव्य खंडकाव्य है. ഒരു വിശാലമായ കാവ്യത്തിൻ്റെ ഒരു ദേശം, ഒരു അംശം അതിനെ അനുകരിച്ചാൽ, ഒരു ഭാഗത്തെ അനുകരിച്ചാൽ അതിനെ ഖണ്ഡകാവ്യം എന്ന് പറയാം. വിശാലമായിട്ടുള്ള ഒരു കാവ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശത്തെ അനുകരിച്ച് അല്ലെങ്കിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് അതിനെ ആസ്പദമാക്കി എഴുതുന്ന ചെറിയ കാവ്യത്തെയാണ് നമുക്ക് ഖണ്ഡകാവ്യമെന്ന് പറയുക. ഉസ്മേ പ്രബന്ധ കാസ താരതമ്യത്തോ രഹിതാഹ. അതിൽ കഥ ഉണ്ടാവും, പ്രബന്ധത്തിൻ്റെ രീതിയിലായിരിക്കും അത്. കഥയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. കിന്തു ഉസ്കാ ക്ഷേത്ര സീമിത രഹിതാഹ. ഖണ്ഡകാവ്യത്തിൻ്റെ മേഖല വളരെ ചെറുതായിരിക്കും. उसमें जीवन की वो अनेक രൂപത നഹി രഹത്തി ജോ മഹാകാവ്യമേ ഹോത്തി ഹെ. മഹാകാവ്യത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും കാണും, എന്നാൽ ഖണ്ഡകാവ്യത്തിൽ അതില്ല. ഉസ്മേ കഹാനി और ഏകാംഗി तरह ഘടന के लिए സാമഗ്രി ജുഡാനി പടുത്തി ഹെ. ഖണ്ഡകാവ്യത്തിന് കഥയ്ക്കും ഏകാംഗിയെയും പോലെ, കഥയെപ്പോലെയും ഏകാംഗിയെ പോലെയും സംഭവത്തിന് കഥയ്ക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസ് നമുക്ക് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. इसकी कथावस्तु महाकाव्य की तरह संपूर्ण न होकर उसका एक अंश मात्र होता है. ഖണ്ഡകാവ്യത്തിൻ്റെ കഥാവസ്തു മഹാകാവ്യത്തെ പോലെ സമ്പൂർണമായിട്ടുള്ളതല്ല, വിശാലമായിട്ടുള്ള കഥയായിരിക്കില്ല, മറിച്ച് ആ കഥയുടെ ഏതെങ്കിലും ഒരു അംശം മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മഹാഭാരതം രാമായണം ഒരു വിശാലമായിട്ടുള്ള മഹാകാവ്യമാണെങ്കിൽ പഞ്ചവടി എന്ന് പറയുന്ന ഒരു അംശം എടുത്തിട്ട് മൈഥിലി ശരൺ ഗുപ്ത ഒരു ചെറിയ ഖണ്ഡകാവ്യം എഴുതിയിട്ടുണ്ട്. അതിൽ രാമനും ലക്ഷ്മണനും സീതയും പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി താമസിക്കുന്ന സമയത്ത് അവിടെ ശൂർപ്പണഖ വരുന്നതും, ശൂർപ്പണഖ രാമനെയും ലക്ഷ്മണനെയും സീതയെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ആ സമയത്ത് ലക്ഷ്മണൻ അവളുടെ അംഗഭംഗം വരുത്തി പറഞ്ഞു വിടുകയും ചെയ്യുന്ന ചെറിയൊരു ഭാഗത്തെ വർണ്ണിക്കും. അപ്പോൾ ഒരു ചെറിയ അംശം മാത്രമായിരിക്കും എടുക്കുക.
जीवन की एक महत्वपूर्ण घटना या दृश्य का മാർമിക ഉദ്ഘാടനം होता है. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ദൃശ്യത്തെ ഹൃദയസ്പർശിയായിട്ട് അതിലേക്ക് വെളിച്ചം വീശും. और उसका अन्य प्रसंग संक्षेप में रहते हैं. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില സന്ദർഭങ്ങളുണ്ടെങ്കിൽ ചുരുക്കി അതിൽ കൊടുക്കുകയും ചെയ്യും. ഇസ്മേ കഥാസംഘടന അതിൽ കഥാ സംഘടനം ഉണ്ടെന്ന് പറഞ്ഞാൽ കഥ അതിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. പർ സർഗബദ്ധത നഹീഹെ, പക്ഷേ അധ്യായമായിട്ട് തരംതിരിക്കണമെന്ന് നിർബന്ധമില്ല. സർഗം എന്ന് പറഞ്ഞാൽ അധ്യായം. വസ്തുവർണ്ണൻ, ഭാവവർണ്ണൻ ഏവം ചരിത്രക്ക ചിത്രൻ ഇസ്മേ കിയ ജാത്ത ഹെ. കഥാപാത്രത്തിൻ്റെ എന്താണ് കഥയെ പറ്റിയുള്ള വർണ്ണന, ഭാവത്തെ പറ്റിയുള്ള വർണ്ണന, സ്വഭാവത്തെ പറ്റി ചിത്രീകരിക്കുക, ഇതൊക്കെ ഖണ്ഡകാവ്യത്തിൽ അനിവാര്യമാണ്. പർ കഥാ വിസ്തൃത നഹി ഹോത്തി, പക്ഷെ ഖണ്ഡകാവ്യത്തിൻ്റെ കഥ വിസ്തരിച്ചിട്ട് ഉള്ള കഥയല്ല എന്നാണ്, വിസ്തരിച്ചെഴുതേണ്ട ആവശ്യം ഇല്ല എന്നാണ്. अनेक विद्वानों ने खंडकाव्य को पारिभाषित किया है. പല വിദ്വാൻമാരും ഖണ്ഡകാവ്യത്തിന് ചില डेफिनेशंस പറഞ്ഞിട്ടുണ്ട്. ബാബു ഗുലാബ് റായ് ने काव्य के रूप नामक रचना में खंडकाव्य के लक्षण देते हुए लिखा है. ബാബു ഗുലാബ് റായ് എന്ന് പറയുന്ന മഹത് വ്യക്തി, സാഹിത്യകാരൻ, ഭാഷാ പണ്ഡിതൻ കാവ്യക്കെ രൂപ് എന്ന് പറയുന്ന തൻ്റെ രചനയിൽ ഖണ്ഡകാവ്യത്തിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഖണ്ഡകാവ്യമേ ഏക് ഹി ഘടന കോ മുഖ്യത ദേക്കർ ഉസ്മേ ജീവൻ കെ കിസി ഏക് പഹലു കി ഝാങ്കി സി മിൽ ജാത്തി ഹെ. ഖണ്ഡകാവ്യത്തിൽ ഏക് ഹി ഘടന കോ മുഖ്യത ദേക്കർ, ഏതെങ്കിലും ഒറ്റ സംഭവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ ആ ചെറിയ സംഭവത്തിൽ എന്ത് ചെയ്യുന്നു? ജീവൻ കെ കിസി ഏക് പഹലു കി ഝാങ്കി സി മിൽ ജാത്തി ഹി. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വശത്തെ പറ്റിയുള്ള ദൃശ്യം, വർണ്ണനയാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസി പ്രകാർ ഹിന്ദി കാവ്യശാസ്ത്ര കെ ഇതിഹാസ് മേ ഡോക്ടർ ഭഗീരഥ് മിശ്രനെ ലിഖാ ഹെ. അതേപോലെ ഹിന്ദി കാവ്യശാസ്ത്രത്തിൻ്റെ ചരിത്രം എന്നുള്ള ബുക്കിൽ ഡോക്ടർ ഭഗീരഥ് മിശ്ര പറഞ്ഞിരിക്കുന്നത് ഖണ്ഡകാവ്യ വോ പ്രബന്ധ കാവ്യ ഹെ, അതൊരു കഥാകാവ്യം തന്നെയാണ്. ജിസ്മേ കിസി ഭി പുരുഷക്ക് ജീവൻ കാ കോയി അംശ ഹി വർണ്ണിത് ഹോത്ത ഹെ. അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ, പുരുഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കഥാപാത്രം ഒന്ന് എടുത്താലും മതി കേട്ടോ, ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലുള്ള ഏതെങ്കിലും ഒരു അംശം മാത്രമേ വർണ്ണിച്ചിട്ടുണ്ടാവുള്ളൂ. അതിൽ കഥയുണ്ട്, അതൊരു കഥാകാവ്യമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശത്തെയാണ് അതിൽ വർണ്ണിച്ചിട്ടുണ്ടാവുക. പൂരി ജീവൻ ഗാഥ നഹി, ആ കഥാപാത്രത്തിൻ്റെ കംപ്ലീറ്റ് ജീവിത കഥയല്ല ഖണ്ഡകാവ്യത്തിലുള്ളത്. ഇസ്മേ മഹാകാവ്യക്ക് സഭി അംഗിന രഹ്കർ ഏകാദ് അംഗ് ഹോത്തെ ഹെ. മഹാകാവ്യത്തിലെ എല്ലാ അംഗങ്ങളും, എല്ലാ അധ്യായങ്ങളും അതിൽ വരാതെ ഒന്നോ രണ്ടോ അംഗം മാത്രമേ അതിൽ വരുള്ളൂ. आचार्य विश्वनाथ प्रसाद मिश्र ने अपने वाग्मय विमर्श में लिखा है. ആചാര്യ വിശ്വനാഥ് പ്രസാദ് മിശ്ര തൻ്റെ വാഗ്മയ് എന്നുള്ള വാഗ്മയ് വിമർശ എന്ന് പറയുന്ന ബുക്കിൽ എഴുതിയിട്ടുണ്ട്. മഹാകാവ്യക്ക് ഠങ് പർ ജിസ് കാവ്യക്ക് രചന ഹോത്തി ഹെ. മഹാകാവ്യത്തിൻ്റെ രീതിയിൽ ഏത് കാവ്യത്തെയാണോ രചിക്കപ്പെട്ടിരിക്കുന്നത്, പർ ജിസ്മേം പൂർണ്ണ ജീവനെ ഗ്രഹൺ കർക്കെ, എന്നാൽ അതിൽ പൂർണ്ണമായിട്ടുള്ള ജീവിതത്തെ സ്വീകരിക്കാതെ, പൂർണ്ണമായിട്ടുള്ള ജീവിതത്തിലുള്ള കാര്യങ്ങളെ സ്വീകരിക്കാതെ ഖണ്ഡ് ജീവൻ ഹി ഗ്രഹൺ കിയാ ജാത്ത ഹെ. കുറച്ച് ഖണ്ഡമായിട്ടുള്ള പാർട്ടായിട്ടുള്ള ജീവിതത്തെ, ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയ പാർട്ടിനെ മാത്രമേ, ഒരു ഭാഗത്തെ മാത്രമേ ആ ഖണ്ഡകാവ്യത്തിൽ സ്വീകരിക്കാറുള്ളൂ. ഉസേ ഖണ്ഡകാവ്യ കഥ, അങ്ങനെയുള്ള കാവ്യത്തെയാണ് ഖണ്ഡകാവ്യം എന്ന് പറയുക. स्पष्ट है खंडकाव्य महाकाव्यों जैसा होते हुए जीवन के खंड भाव भाग आदि का ही